വെറും 5 മിനിറ്റ് കൊണ്ടൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ചെറിയ കുട്ടികൾക്കുൾപ്പെടെ ഡയറ്റുള്ള ആൾക്കാർക്ക്, ഇതുപോലെ ഷുഗർ പേഷ്യൻസിന് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടും കഴിക്കാം, അതല്ല ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇന്ന്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് റവ, ഇത് വൈറ്റ് ഗോതമ്പ് റവയാണ്, സാമ്പാർ റവ എന്ന് പറയുന്നത്, അതിനെ ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. 2 മുതൽ 3 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി. ഇത് റെഡ് ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലോണം ഉലർന്നിരിക്കും. ഒട്ടും തന്നെ ഒട്ടലൊന്നും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുണ്ടാവും. ഇത് പലപ്പോഴും ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചത് കഴിക്കാൻ ആർക്കും ഇഷ്ടാവില്ല. പക്ഷേ ഈ രീതിയിലുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് ഓഫ് ചെയ്യാം നമുക്ക്. ഇനി ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ വെച്ചെടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിലിലേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്ന കടുക് തന്നെയാണ്. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നന്നാവില്ലല്ലോ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ഉപ്മാവിന്. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ചുവന്ന മുളകിനെ പൊട്ടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലുള്ള ഈ ചുവന്ന മുളകിനെ തൈരിൽ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കേണ്ടത് സൂപ്പർ ടേസ്റ്റ് ആക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു 1/4 കപ്പോളം ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും ബീൻസും ചെറുതായി അരിഞ്ഞതും കൂടി ഒരു 1/4 കപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പീസ് വേണമെന്നുള്ളവർക്ക് വേവിച്ചിട്ടിടാം. അതും ഞാൻ ഇതിൽ ഗ്രീൻ പീസ് ഒന്നും ഇട്ടിട്ടില്ല. ഒരു 5 മിനിറ്റ് കുക്കാവട്ടെ. അപ്പോൾ ഇതാ ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഓയിലടക്കൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇതാ നമ്മളൊരു 2 മിനിറ്റ് വഴറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് ഏകദേശം 3 കപ്പോളം വെള്ളമുണ്ടെങ്കിൽ ഇത് കറക്റ്റായി കുക്കാവുള്ളൂ. നോർമൽ റവയാണെങ്കിൽ ഇത്ര വെള്ളം ആവശ്യമില്ല. ഇത് നമ്മുടെ വീറ്റ് റവ ആയതുകൊണ്ട് വേവുണ്ട്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3നേക്കാൾ കുറച്ച് കമ്മിയായാലും കുഴപ്പമില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും. ഇങ്ങനെ ഇട്ടാൽ മാത്രമേ ഉലർന്ന് കിട്ടുള്ളൂ നമ്മുടെ ഉപ്മാവ്. ഇങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ മുതൽ വലിയവർ വരെ കഴിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള റവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓവറായിട്ട് റവ വറുക്കരുത്. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള ടൈം കൂടും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ റവയാണ്. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, 5 മിനിറ്റ് താഴെ സമയം വേണ്ട. ഇപ്പോൾ കണ്ടോ, ഇതിൽ വെള്ളമൊക്കെ പോയി നന്നായിട്ട് നമ്മുടെ ഉപ്മാവ് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ആ ഒട്ടും തന്നെ വെള്ളം ഒന്നും പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോളം നെയ്യും കൂടി ഇട്ടിട്ട് 1 മിനിറ്റും കൂടി നമുക്കിത് നിറച്ച് വയ്ക്കാം. അപ്പോൾ ആ നെയ്യിൻ്റെ ഫ്ലേവർ ശരിക്കും ഈ ഉപ്മാവിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കാം. ഇത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിലും ഇതേപോലെ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ നമുക്ക് രാത്രി വേണമെങ്കിൽ കഞ്ഞിക്ക് പകരം ഈ ഉപ്മാവായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇത് കണ്ടോ, നല്ലവണ്ണം എല്ലാ സാധനവും ഉലർന്നിട്ടുള്ള ഉപ്മാവ് റെഡി. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ മുകളിലൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് വരിക. ഇത് കണ്ട നല്ല ഉലർന്ന നമ്മുടെ ഗോതമ്പ് റവ ഉപ്മാവ് തയ്യാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ്, എന്നാൽ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.